Question number 41. Vector equation of the line passing through 2, 1, 3 and minus 2, 4, 1. അതാണ് ചോദ്യം. ഇതിൽ ഈ 2, 1, 3 കൂടി പാസ് ചെയ്യുന്ന എടുക്കാം, അല്ലെങ്കിൽ ഇത് കൂടി പാസ് ചെയ്യുന്ന എടുക്കാം. ഫോർമുല എന്താ? R ഈക്വൽസ് A പ്ലസ് ലാംഡ ബി ആണ്. ആ എ എന്നുള്ള പോയിന്റ് ഇതെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ 2, 1, 3 പോയിന്റ് ആയിട്ടുള്ളത് എ ഓപ്ഷൻ ഉണ്ട്, ബി ഓപ്ഷൻ ഉണ്ട് അല്ലേ? അപ്പം ഇതും ആവാം അതും ആവാം പോയിന്റ്. ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഡി ആർ നോക്കാം. വാട്ട് ഇസ് ദ ഡി ആർ? 2 minus minus 2 4, 1 minus 4 minus 3, 3 minus 1 2. അപ്പോൾ ഇതാണ് ഡി ആർ. അപ്പോൾ 4 minus 3 2 പാരലൽ വെക്ടർ ആവുന്ന, അതായത് 4i minus 3j plus 2k പാരലൽ വെക്ടർ ആവുന്ന നോക്കിയാൽ മതി. 4i minus 3j, ഇത് തിരിച്ചായാലും കുഴപ്പമില്ല കേട്ടോ. -4 3 -2 ആയാലും കുഴപ്പമില്ല. -4 3 -2. അപ്പോൾ എ ഓക്കെ ആണ്. പിന്നെ 4 അത് ബി ഓക്കെ അല്ല, സി ഓക്കെ അല്ല, ഡി ഓക്കെ അല്ല, ഇയും ഓക്കെ അല്ല. അപ്പോൾ എ ആണ് ആൻസർ. മനസ്സിലായോ? അത്ര മതി. 4 - 3 2 പാരലൽ വെക്ടർ ആയിട്ടുള്ള എ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പോയിന്റ് കൊണ്ട് കണ്ടോ 2 1 3 കൂടി പാസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിലായോ? പാരലൽ വെക്ടർ മാത്രം നോക്കിയാൽ മതി. 42. എ ബാഗ് കണ്ടെയ്ൻസ് 5 yellow, 3 green, 2 blue and 7 white balls. 4 balls are chosen at random. What is the probability that none of them is white? വൈറ്റേ ആവരുത്. വൈറ്റേ ആവരുത്, ഇതുണ്ടാവരുത്. അപ്പോൾ ഇതില്ലെങ്കിൽ എത്രയുണ്ട്? 5 3 8 2 10. അപ്പോൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ 10 എത്ര ബോളാണ് എടുക്കുന്നത്? 4 ബോൾ, 4 balls. ബട്ട് ന്യൂമറേറ്റർ 10c4 ആയിരിക്കും, ഡിനോമിനേറ്ററോ 17c4 ആയിരിക്കും അല്ലേ? 5 3 8 2 10 17 ബോൾസ് ആകെ ഉള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ വേസ് 17c4 ആയിരിക്കും. നോ വൈറ്റ് ആണെങ്കിൽ വെള്ളയാവരുത്. നൺ ഓഫ് ദം ഇസ് വൈറ്റ്. വെള്ളയാവരുത് പറഞ്ഞാൽ ബാക്കിയിൽ എടുത്താൽ മതി. 10 ബോൾസ് അതൊന്നും എടുക്കാം, 4 ബോൾ. അപ്പോൾ 10c4. അപ്പോൾ ആൻസർ ഇസ് 10c4 ബൈ 17c4. 10c4ൻ്റെ വാല്യൂ എന്താ? 10 × 9 × 8 × 7 ഡിവൈഡഡ് ബൈ 4 ഫാക്ടർ ഉണ്ടാവില്ല. 17c4 എന്താ? 17 × 16 × 15 × 14 വെട്ടിപ്പോവും. 7 ഇവിടെ 2 പ്രാവശ്യം, 15 2 ഇവിടെ 4 പ്രാവശ്യം, 4 ഇവിടെ 4 പ്രാവശ്യം, പിന്നെ ഇവിടെ 2 പ്രാവശ്യം, ഇവിടെ 3 പ്രാവശ്യം, ഈ 3 ഇവിടെ 3 പ്രാവശ്യം. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 40 28 68. ഓ ഇതും കൂടി പോകില്ലേ? 2 പ്രാവശ്യം. അപ്പോൾ എത്ര വരാം? 3/34. 3/34. അതെ, ഈ ഈസ് ആൻസർ. 43ാമത്തെ ചോദ്യം. ഒരു കൊട്ടയിൽ 25 മാർബിൾസ് ഉണ്ട്. അതിൽ ഓരോ മാർബിളും 1 2 3 4 ഇങ്ങനെ നമ്പർ ചെയ്തിട്ടുണ്ട്. എന്താ ചോദ്യം? 2 മാർബിൾസ് ആർ ചോസൺ 1 by 1 വിത്ത് റീപ്ലേസ്മെൻറ്റ്. ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണ്, വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. ഒന്നെടുത്തു, നോക്കി, പിന്നെ അതിലിട്ടു, പിന്നെ ഒന്നെടുത്തു. ഓക്കെ, വാട്ട് ഇസ് ദ ചാൻസ് ദ സെയിം നമ്പർ? അപ്പം ആ 2 നമ്പറും 2 പ്രാവശ്യം എടുക്കുന്നതും 1 ആവാം, അല്ലെങ്കിൽ 2 പ്രാവശ്യം എടുക്കുന്നതും 2 ആവാം, 2 പ്രാവശ്യം എടുക്കുന്നതും 3 ആവാം. ആദ്യം എടുത്തു 2 കിട്ടി, പിന്നെ എടുത്തു പിന്നെയും 2 കിട്ടി, അങ്ങനെയാവാം. അല്ലെങ്കിൽ ആദ്യം എടുത്തു 3 കിട്ടി, പിന്നെ എടുത്തു 3 കിട്ടി, അങ്ങനെയാവാം. പിന്നെ ആദ്യം എടുത്തു 25 കിട്ടി, പിന്നെ എടുത്തു 25 കിട്ടി, അങ്ങനെയാവാം. അപ്പോൾ അതൊക്കെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് കേസാണ്. അപ്പോൾ ആദ്യം 1 കിട്ടാനുള്ള സാധ്യത, 2 പ്രാവശ്യം 1 കിട്ടാൻ സാധ്യത എന്താ? 1/25 × 1/25. 2 പ്രാവശ്യം 2 കിട്ടാൻ സാധ്യത എന്താ? 1/25. റീപ്ലേസ് ചെയ്യുന്നുണ്ട്. റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ 1/24 ആവും. അപ്പോൾ ഇവിടെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് 1/25 ആണ് കേട്ടോ. ഓക്കെ, അപ്പം 25 വരാനുള്ള സാധ്യത എന്താ? 1/25 × 1/25. ഇതൊക്കെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് കേസാണ്. എല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ വാട്ട്സ് ദ ആൻസർ? 25 × 1/25² = 1/25. 1/25 ആണ് ആൻസർ. എ ഈസ് ആൻസർ. 44. പ്രോബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്. എയും ബിയും 2 ഇവൻറ്റ്സ് ആണ്. പ്രോബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ്? അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ് സെറ്റ് തിരി നോക്കിയാൽ മതി. ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ബി ഉണ്ട്, എ ഇല്ല എന്നാണ്. അപ്പോൾ ഇവിടെയാണ് ഷെയ്ഡ്. എന്ന് വെച്ചാൽ ബിയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി കളഞ്ഞാൽ മതി. ബിയിൽ നിന്ന് ഈ ഭാഗം കളഞ്ഞാൽ മതി. എ ഇൻ്റർസെക്ഷൻ ബി ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് ഇതിങ്ങനെ എഴുതാം. പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എഴുതാം. സബ്സെറ്റ് ആയതുകൊണ്ടാണ് എ ഇൻ്റർസെക്ഷൻ ബി ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് അങ്ങനെ എഴുതാം. നൗ വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ് ബി? ബി തന്നിട്ടുണ്ട് 0.55 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട് 0.2 0.1. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? ഇറ്റ് ഈസ് 0.45. 0.45 ആണ് ആൻസർ. സി ഈസ് ആൻസർ. 45. 2 dice are rolled.
A is an event, sum of the number is 4. 2 dice rolling. Sum of the number 4 ആണ്. B is an event, at least one of the ratios 3. What is probability of A given B? Probability of A given B യുടെ ഫോർമുല എന്താ? Probability of A intersection B divided by probability of B. അല്ലേ? അപ്പോൾ A പറഞ്ഞാൽ എന്താ? What is A? Sum of the faces that appear is 4. അപ്പോൾ സം ഓഫ് ദ ഫേസസ് ദാറ്റ് അപ്പിയർ ഇസ് 4 എന്താ? ഒന്നുകിൽ 2 2 4 ആവാം, 3 1 4 ആവാം, 1 3 4 ആവാം. ഇത്രയേ ഉള്ളൂ. അല്ലാതെ 4 ആവുന്ന കേസില്ല. ഒരു ഡൈ 2 പ്രാവശ്യം ത്രോ ഇല്ലേ? അപ്പോൾ എങ്ങനെയൊക്കെ കൂട്ടിയാൽ 4 ആവും? ആകെ 3 കേസിലേ ഉള്ളൂ. ഇനി വാട്ട് ഇസ് ബി? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഡൈ ഷോസ് 3. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഡൈ ഷോസ് 3 ഇവിടെ എന്താ? എത്ര കേസ് ഉണ്ടാവും എന്ന് മാത്രം നോക്കിയാൽ മതി. എത്ര കേസ് ഉണ്ടാവും? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഡൈ ഷോസ് ദ കേസ്. അപ്പോൾ ടോട്ടൽ കേസ് എത്രയാണ്? 36 കേസ് ഉണ്ടാവും. അതിൽ 3 ഇല്ലാത്ത കേസ് നോക്കിയാൽ പോരെ. 3 ഇല്ലാത്ത എത്ര കേസ് ഉണ്ടാവും? 25 കേസ് ഉണ്ടാവും അല്ലേ? അതായത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഡൈ ഷോസ് 3 ഇസ് ഈക്വൽ ടു ടോട്ടൽ മൈനസ് ബോത്ത് ഡൈ ഡസ് നോട്ട് ഷോ 3. അപ്പോൾ ആദ്യത്തെ ഡൈ 3 ഷോ ചെയ്യാതിരിക്കുക പറഞ്ഞാൽ എന്താ? ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ 5 ways. ദിസ് ഓൾസോ ക്യാൻ ഹാപ്പൻ ഇൻ 5 ways. അപ്പോൾ ബോത്ത് ക്യാൻ ഹാപ്പൻ ഇൻ 3 ഇല്ലാത്ത 25 വേണ്ടാവും അല്ലേ? മനസ്സിലാവുണ്ടോ? 3 ഇല്ലാതെ 25 വേണ്ടാവും. 25ഉം അതായത് ആദ്യത്തെ കേസിൽ 3 ഇല്ല. അപ്പോൾ ദിസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 1 2 3 4 5 6 3 പോയി. അപ്പോൾ 5 ways. ദിസ് ക്യാൻ ബി ഫിൽഡ് ഓൾസോ ഇൻ 5 ways. 3 ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ 3 ഇല്ലാതെ 25 വേണ്ടാവും. 3 ഇല്ലാതെ 25 വേണ്ടാവും. അപ്പോൾ 25 വേ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 11 ഉണ്ടാവും. അപ്പോൾ ബിയിൽ 11 കേസ് ഉണ്ടാവും. ബി വിൽ കണ്ടെയ്ൻ 11 കേസസ്. അതായത് number of cases in 36 cases, out of which at least one die shows 3. It is 11 cases. 11 cases ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ? എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഈ 11 കേസിൽ 3 ഉള്ള കേസ് ഈ 2 ഉണ്ടാവുള്ളൂ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി പറഞ്ഞാൽ ഈ 2 കേസ് മാത്രം. 2 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ബി എന്താ? 11. ആൻസർ ഇസ് 2/11. ബി ഇസ് ആൻസർ. 46. Assume n distinct values x1, x2, etc. xn occur with frequency f1, f2, etc. fn respectively. x bar 7 ആണ്. സിഗ്മ fi xi ഇതാണ്. വാട്ട് ഈസ് സിഗ്മ fi? നിങ്ങൾക്കറിയാലോ എക്സ് ബാറിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം. എന്താ? സിഗ്മ xi fi ഡിവൈഡഡ് ബൈ സിഗ്മ fi ആണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഫോർമുല അറിയെങ്കിൽ ചെയ്യാൻ പറ്റും. എക്സ് ബാറിൻ്റെ വാല്യൂ എന്താ? 7 അല്ലേ? സിഗ്മ xi fi തന്നിട്ടുണ്ട് 315 ബൈ സിഗ്മ fi. അതൊന്ന് സിഗ്മ fiയുടെ വാല്യൂ ഉണ്ടാകും. വാട്ട് ഇസ് സിഗ്മ fi? ഇറ്റ് ഇസ് 315 ബൈ 7. 4 28 35 7 അല്ല 4 28 35 7 45 ആൻസർ. ബി ഈസ് ആൻസർ. 47ാമത്തെ ചോദ്യം. ദ വേരിയൻസ് ഓഫ് ദ ഡാറ്റ x1, x2, etc. x50 with sigma xi is this, sigma xi square is this. വേരിയൻസിൻ്റെ ഫോർമുല നിങ്ങൾക്ക് അറിയണം. സിഗ്മ xi സ്ക്വയർ ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ ആണ്. എന്താ എക്സ് ബാർ? സിഗ്മ xi ബൈ n ആണ്. സിഗ്മ xi സ്ക്വയർ തന്നിട്ടുണ്ട് എന്താ? 10000 അല്ലേ? 10000 ഡിവൈഡഡ് ബൈ n ടോട്ടൽ ഒബ്സർവേഷൻസ് 50 ആണ്. മൈനസ് എക്സ് ബാർ സിഗ്മ xi തന്നിട്ടുണ്ട്. അപ്പോൾ 650നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. ഇതാണ് വേരിയൻസ്. ഇതാണ് സിഗ്മ എക്സ് ബാർ എന്താ? സിഗ്മ xi ബൈ n വെട്ടിപ്പോവും. അപ്പോൾ ദിസ് ഇസ് 5. ഇവിടെ 5 200 പോവും. ഇവിടെ 5 5 5 5 13 അല്ലേ? അല്ല 12 സോറി അപ്പോൾ 1 ആകുമ്പോൾ 15ൽ 3 13. അപ്പോൾ 13 ആകുമ്പോൾ 200 169 കുറയ്ക്കാം. അപ്പോൾ എത്ര കിട്ടുക? 1 9 3 31 അല്ലേ? ശരിയല്ലേ? 31. അപ്പോൾ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 31. വേരിയൻസ് ഇസ് 31. ഇ ഈസ് ആൻസർ. 48. വേരിയൻസിൻ്റെ ഫോർമുല ഇതാണ്. ഈ എക്സ്പെക്ടേഷൻ സ്ക്വയർ മൈനസ് ഇ എക്സ് ഹോൾ സ്ക്വയർ ആണ് വേരിയൻസ്. അപ്പോൾ വാട്ട് ഈസ് വേരിയൻസ്? വേരിയൻസ് തന്നിട്ടുണ്ട് 9 അല്ല 3. 3 ഈസിക്കൽ ടു ഇ എക്സ് സ്ക്വയർ അറിയില്ല. ഇ എക്സ് സ്ക്വയർ മൈനസ് ഇ എക്സ് ഹോൾ സ്ക്വയർ ഇറ്റ് ഇസ് 36. 6 സ്ക്വയർ 36 അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ഇ എക്സ് സ്ക്വയർ? ഇ എക്സ് സ്ക്വയർ ഈക്വൽസ് 39. ആൻസർ ഇസ് 39. സി ഈസ് ആൻസർ. 49. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 4x പ്ലസ് 3 ബൈ എക്സ് പ്ലസ് 2 ആണ്. വാട്ട് ഈസ് എഫ് ഇൻവേഴ്സ് ഓഫ് -2? അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് കണ്ടിട്ട് എക്സിൻ്റെ വാല്യൂ -2 കൊടുക്കണം. വാട്ട് ഈസ് എഫ് ഇൻവേഴ്സ് എക്സ്? എങ്ങനെ കാണുക? 4x പ്ലസ് 3 ബൈ എക്സ് പ്ലസ് 2നെ
വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് എക്സിനെ വൈയുടെ ടേമിൽ എഴുതാം. ഇറ്റ് ഇസ് 4x plus 3 is equal to xy plus 2y, or x into 4 minus y is equal to 2y minus 3, or x is equal to 2y minus 3 divided by 4 minus y. അപ്പോൾ what will be f inverse x? It will be 2x minus 3 divided by 4 minus x. എക്സിന് ആ ഫംഗ്ഷനെ വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക, എക്സിനെ വൈയുടെ ടേമിൽ എഴുതാം. നോക്കൂ, ശരിയല്ലേ? നോക്കൂ, 4xy plus 2y, x into 4 minus y is equal to 2y minus 3. അപ്പോൾ 2y minus 3 by 4 minus y ആണ് x. അപ്പോൾ f inverse x ഇതല്ലേ? What is f inverse 2? f inverse 2 is x ന് പകരം -2 കൊടുക്കാം. It is -4 minus 3 divided by -2 അല്ലേ കൊടുക്കുന്നത്? അപ്പോൾ 6. അപ്പം -7/6. -7/6 ആണ് ആൻസർ. ബി is ആൻസർ. 50ാമത്തെ ചോദ്യം. f of x equals 2x, x less than 1, and is equal to 5a minus x if x is greater than 1, continues on R ആണെങ്കിൽ what is the value of a? അപ്പം ഇത്രയേ ഉള്ളൂ. f of x is equal to 2x, x is less than 1, is equal to 5a minus x if x is greater than or equal to 1, continuous ആണെങ്കിൽ 1ൽ കണ്ടിന്യൂസ് ആവണം. അപ്പോൾ 1ലെ ലെഫ്റ്റ് ലിമിറ്റ് എന്താണ്? 2 ആണ്. റൈറ്റ് ലിമിറ്റ് എന്താ? ഇവിടെ എക്സിന് പകരം 1 കൊടുക്കാം. അപ്പോൾ എന്താ കിട്ടുക? 5a minus 1. അപ്പോൾ എയുടെ വാല്യൂ എന്താ? 5a is equal to 3, or a is equal to 3/5. അപ്പോൾ a 3/5 ആണെങ്കിൽ കണ്ടിന്യൂസ് ആവണം. ആൻസർ ഇസ് സി. 51. ലിമിറ്റ് ഓഫ് t tends to 0 sin 2t ഡിവൈഡഡ് ബൈ 8t² plus 4t ആണ് ചോദ്യം. അപ്പോൾ അവിടെ t0 ടെൻഡ് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ 0 ഇവിടെ 0. അപ്പോൾ നല്ലത് എന്താ? എല്ലാ പറ്റിലാണ് യു ടേക്ക് എവിടെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എവിടെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ദാറ്റ്സ് ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? 2 cos 2t ഡിവൈഡഡ് ബൈ 16t plus 4. ഇനി ടി കൊടുത്താൽ കഴിഞ്ഞു. t0 ഏതാവും? 2 divided by 4. ഇറ്റ് ഇസ് equal to 1/2. 1/2 ആണ് ആൻസർ. എ ഇസ് ആൻസർ. 52. 52 is limit of x tends to 0, x by root of 9 minus x minus 3. ഇവിടെ എക്സ് 0 കൊടുത്താൽ കണ്ടോ, ഇവിടെ 0 ഇവിടെ 0, 0/0 ഫോം ആവും. ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എൽ ഹോപ്പിറ്റൽ റൂളിനെ പറ്റി പറഞ്ഞില്ല. 0/0 ഫോമോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോമോ ആണെങ്കിൽ എൽ ഹോപ്പിറ്റൽ റൂൾ ഉപയോഗിക്കാമെന്നാണ്. മുകളിലും താഴെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ടിൽ യു ഗെറ്റ് എ ഡിഫൈൻ ഫോം. ഇതാണ് എൽ ഹോപ്പിറ്റൽ റൂൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നല്ലത് അല്ലാതെ ചെയ്യാം, കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ടൊക്കെ ചെയ്യാം. പക്ഷേ നല്ലത് എന്താ? എൽ ഹോപ്പിറ്റൽ 1 divided by ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. 1/2√9 minus x into -1 plus 1 ലിമിറ്റ് ഓഫ് x tends to 0. അപ്പോൾ ഇവിടെ 0 കൊടുത്താൽ നെഗറ്റീവ് വന്നു, ഇവിടെ 0 കൊടുത്താൽ 9 ആയി. 2√9 മുകളിൽ വരും. 9ൻ്റെ വാല്യൂ 3 ആണ്. ദാറ്റ് ഈസ് -6. 53. f of xൻ്റെ വാല്യൂ 3x plus 2 if x is less than -2, x² minus 3x plus 1 minus 1 if x is greater than or equal to -2. What is limit x tends to? x tends to -2 minus. ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? എക്സ് -2ലേക്ക് ഇടത്ത് ഭാഗത്ത് കൂടി വരുന്നതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 -2ലേക്ക് ഇടത്ത് ഭാഗത്ത്. അപ്പം -2ൻ്റെ ഇടത്ത് ഭാഗത്ത് ഇതാ ഫംഗ്ഷൻ. -2ൻ്റെ ഇടത്ത് ഭാഗത്ത് ഇതാ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എക്സിന് പകരം -2 കൊടുത്താൽ മതി. അപ്പോൾ 3 into is equal to 3 into -2 plus 1 is equal to -6 plus 1 is equal to -5. ഇത് ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ -5. ഇനിയോ ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു -2 പ്ലസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്താ? -2ലേക്ക് വലത്ത് ഭാഗത്തോട്ട് വരുമ്പോൾ എന്താണ്? -2ൻ്റെ വലത്ത് ഭാഗത്ത് ഇതാണ് ഫംഗ്ഷൻ. ഇവിടെ എക്സിന് പകരം -2 കൊടുക്കാം. അപ്പോൾ വാട്ട് യു ഗെറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ -2 കൊടുക്കാം. അപ്പോൾ 4 + 6 - 1 6 4 10 9. അപ്പം ഇതിൻ്റെ വാല്യൂ 9, ഇതിൻ്റെ വാല്യൂ -5. അപ്പോൾ -5 9 റെസ്പെക്റ്റീവ്ലി എന്നല്ലേ ചോദിച്ചാൽ? -5, 9 3 to 6 അല്ലേ? 3 into -2 -6 plus 5. It is -5 അല്ലേ? -5, 9. ഇതിൽ ഓപ്ഷൻ ഇല്ല കേട്ടോ മക്കളെ. ഇതിൻ്റെ ഓപ്ഷൻ 3x plus 2 അല്ലേ? x tends to -2 അല്ലേ? ഇവിടെ -2 കൊടുക്കുമ്പം 3 into -2 plus 3 into -2 plus 2 ആണ്. അപ്പോൾ ദിസ് ഇസ് -4. അപ്പോൾ ആൻസർ ഇസ് -4 9. -4 9 is the answer. -4 9 ആണ് ആൻസർ.
-4 9ൻ്റെ ആൻസർ ഡി ആണ്. 54ാമത്തെ ചോദ്യം നോക്കൂ. എക്സിന് പകരം -3 കൊടുത്താൽ ഇത് 0 ആവും, ഇതും 0 ആവും. അപ്പോൾ 0/0 ഫോമാണ്. നോക്കൂ ഇവിടെ -3 കൊടുത്താൽ 9 18 18 3 21 21 -21 0 അല്ലേ. അപ്പോൾ മുകളിലും താഴെയും 0/0 ആണ്. അപ്പോൾ 0/0 വന്നാൽ യു ക്യാൻ ഡിഫറൻഷിയേറ്റ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. എൽ ഹോപ്പിറ്റൽ റൂൾ. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 2x + 16 ഡിവൈഡഡ് ബൈ 4x + 7 ലിമിറ്റ് ഓഫ് x ടെൻസ് ടു -3. ഇവിടെ -3 കൊടുക്കൂ. അപ്പോൾ -6 + 16 ഡിവൈഡഡ് ബൈ ഇവിടെ -3 കൊടുത്താൽ -12 + 7 10/-5 -2 ആണ് ആൻസർ. ആൻസർ ഇസ് ഡി. അടുത്ത ക്വസ്റ്റ്യൻ. f of x equals 6 into cube root of x raised to 5. f dash xൻ്റെ വാല്യൂ x raised to p ആണെങ്കിൽ p എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഭംഗിയിലാക്കാം. f of xൻ്റെ വാല്യൂ ഇതാ മതി. 6 into x raised to 5/3 ആണ്. ക്യൂബ് റൂട്ട് ഓഫ് x raised to 5 5/3 ആണ്. വാട്ട് ഇസ് f dash x? f dash x is equal to 6 into 5/3 into x raised to 5/3 minus 1. What is 5/3 minus 1? It is 2/3. x raised to 2/3. ചോദിച്ചാൽ f dash x ഇതാണെങ്കിൽ ഇവിടെ 2 എന്താ 10 into x raised to 2/3 ആണ്. അപ്പോൾ എയുടെ വാല്യൂ 10ഉം പിയുടെ വാല്യൂ 2/3 ആണ്. പി എ ചോദിച്ചിട്ടുള്ളൂ. ആൻസർ ഇസ് 2/3. സി ഇസ് ആൻസർ. 56ാമത്തെ ചോദ്യം. y equals tan x raised to sin x ആണ്. വാട്ട് ഈസ് ഡിവൈഡ് ബൈ എക്സ് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. മോളിലെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ലോഗറിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കണം. ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്ത് കിട്ടും? sin x ln tan x. ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് 1/y dy by dx is equal to first function sin x into derivative of the second. എന്താ? 1/tan x into secant square x plus ln tan x into sin x derivative. It is cos x. നമ്മളോട് പറഞ്ഞത് ഈ വൈൻ അങ്ങോട്ട് എടുത്താൽ എന്താ വരിക? വാട്ട് ഇസ് y ഡാഷ്? ദാറ്റ് ഇസ് ഡിവൈഡ് ബൈ x എന്തായിരിക്കും? ഈ വൈൻ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇറ്റ് ഈസ് tan x raised to sin x into that. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ ആയിട്ട് കമ്പയർ ചെയ്യേണ്ടത്. tan x raised to sin x cos x into log tan x plus g of x. അപ്പോൾ ഇതാണ് g of x. ഇതാണ് നമ്മളുടെ g of x. അത് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ what is g of x? g of x is equal to sin x. ഇത് sin x by cos x ആണ്. sin x വെട്ടിപ്പോകും. മുകളിൽ cos x വരും. നോക്കൂ. sin x into cos x by sin x അല്ലേ? 1/tan x ആണ് cos x by sin x ആണ്. into secant square x 1/cos square x. ടിഷ്കും it is cos വെട്ടിപ്പോയി. it is sec x. അപ്പോൾ g of x equals 1/cos x. it is equal to sec x. C is answer. 57ാമത്തെ ചോദ്യം. f of xൻ്റെ വാല്യൂ x³ plus sin pi x raised to 5 ആണ്. വാട്ട് ഇസ് f dash 1? f dash x ആണ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണത്. f dash x equals 5 into x³ plus sin pi x whole raised to 4 into ഇതിൻ്റെ ഡെറിവേറ്റീവ്. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ്? 3x² into plus pi cos pi x. f dash 1 ആണ് ചോദിച്ചത്. f dash 1 ചോദിക്കുമ്പോൾ കണ്ടോ sin pi x sin pi 0 ആണ്. അപ്പോൾ ഇവിടെ 1 ആകുമ്പോൾ 5 into 1 5 മാത്രമേ വരൂ. ഇവിടെ 1 കൊടുക്കുമ്പോൾ 3 plus 3 minus pi. കാരണം cos pi is minus 1. അപ്പോൾ ആൻസർ ഇസ് 5 into 3 minus pi. 5 into 3 minus pi. 58ാമത്തെ ചോദ്യം. h of xൻ്റെ വാല്യൂ 4x³ minus 5x plus 7 ആണ്. വാട്ട് ഇസ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് f of x? ഇത് ഡെറിവേറ്റീവ് ഓഫ് f of x ആണ്. ഇത് f dash x ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് f of 1 plus t minus f of 1 divided by t when limit t tends to 0? ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് f of a plus h minus f of a by h when h tends to 0 is f dash a. അപ്പോൾ ഇതിൻ്റെ വാല്യൂ f dash 1 ആണ്. ഇതിൻ്റെ വാല്യൂ f dash 1 ആണ്. പക്ഷേ f dash xൻ്റെ വാല്യൂ ആണ് ഇത്. അപ്പോൾ f dash 1ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ 1 കൊടുക്കുക. നോക്കൂ, ഈ സാധനം f dash 1 ആണെന്ന് ആലോചിക്കണം. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ് f dash 1. അപ്പോൾ ഇവിടെ 1 കൊടുക്കുക. ഇറ്റ് ഈസ് 4 minus 5 plus 7 is equal to 6.
ഓക്കെ 6 ആണ് ആൻസർ. ബി ഈസ് ആൻസർ. ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽസ് 1 ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ, ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ അത് ആദ്യം കണ്ടിന്യൂസ് ആവണം. കണ്ടിന്യൂസ് ആവാതെ ഡിഫറൻഷ്യൽ, ഒരു ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയ ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആവണം. അപ്പോൾ ആദ്യം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ആവാതെ ഡിഫറൻഷ്യബിൾ ആവില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്താവണം, ലെഫ്റ്റ് ലിമിറ്റ് എന്താ ഇ അല്ലേ, ലെഫ്റ്റ് ലിമിറ്റ് ഇ ആണ്. റൈറ്റ് ലിമിറ്റ് എന്താ, ഇവിടെ എക്സിന് പകരം 1 കൊടുക്കാം. അപ്പോൾ എന്താ കിട്ടുക, m+6. അപ്പോൾ ഇ ഈക്വൽസ് m+6 ആണെങ്കിലേ കണ്ടിന്യൂസ് ആവുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഇയുടെ വാല്യൂ, എമ്മിൻ്റെ വാല്യൂ എന്താവണം, e-6 ആവണം. ആ എം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തുടങ്ങാൻ പാടുള്ളൂ. ഇതാണ് ഫംഗ്ഷൻ. ഇനി ഡിഫറൻഷ്യബിൾ ആവണം. നോക്കൂ, ഡിഫറൻഷ്യബിൾ ആവും. നോക്കൂ, വാട്ട് ഈസ് റൈറ്റ് ലെഫ്റ്റ് ഡെറിവേറ്റീവ്? ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഈസ് e⁻x ആൻഡ് x = 1 e. വാട്ട് ഈസ് റൈറ്റ് ഡെറിവേറ്റീവ്? ഇത് ഡിഫറൻഷ്യൽ ചെയ്യാം. e-6 ആണ്. അപ്പോൾ റൈറ്റ് ഡെറിവേറ്റീവ് ഈസ് e-6. അപ്പോൾ ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും ഈക്വൽ അല്ല. അപ്പോൾ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എമ്മിൻ്റെ വാല്യൂ e-6 ആവണം. ആ e-6 ഇവിടെ കൊടുത്താൽ അത് ഡിഫറൻഷ്യബിൾ ആവില്ല. അതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു എമ്മിനും ഇത് ഡിഫറൻഷ്യബിൾ അല്ല. ഇതിൽ ആൻസർ തെറ്റാണ്. ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യേണ്ട ചോദ്യമാണ് 59 കേട്ടോ. 59ൻ്റെ ഓപ്ഷൻ ആൻസർ ഇല്ല. ഓക്കെ, ലിമിറ്റ് ഓഫ് t → 0 tan square π/3 + t -3 ഡിവൈഡഡ് ബൈ t. ഇവിടെ ഏതാ നോക്കൂ, t 60ാമത്തെ ചോദ്യം. t 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ π²/3, π/3 √3 ആണ് അല്ലേ. അപ്പോൾ √3² 3 ആണ്. അപ്പോൾ 3 - 3 0/0 ഫോം ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, എൽ ഓപ്പിറ്റൽ ചെയ്യാം. വാട്ട് ഈസ് എൽ ഓപ്പിറ്റൽ? 2 × tan π/3 + t ഇൻറ്റു ടാൻ്റെ ഡെറിവേറ്റീവ് sec² π/3 + t ഡിവൈഡഡ് ബൈ 1. ഇനി എക്സിന് പകരം ടിക്ക് പകരം 0 കൊടുക്കാം. ടിക്ക് പകരം 0 കൊടുത്താൽ ലിമിറ്റ് t → 0. അപ്പോൾ എന്ത് കിട്ടും? 2 × tan π/3. വാട്ട് ഈസ് tan π/3? √3. tan π/3 is √3 into sec² π/3. What is sec² π/3? 1/cos π/3. Cos π/3 1/2 ആണ്. അപ്പോൾ 2 ആണ്. അപ്പോൾ 4 ആണ്. ഇൻറ്റു 4 = 8√3. ആൻസർ ഇസ് 8√3. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 61ാമത്തെ ചോദ്യം. ദ ടാൻജന്റ് ലൈൻ ടു ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x. ഇതിനൊരു ഫംഗ്ഷൻ ടാൻജന്റ് ലൈൻ ടു ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x at the point x = 3 has y x-intercept 5/3 and y-intercept -10. What is f'3? ഇതിലെ എക്സ് കോർഡിനേറ്റ് 3 ആണ്. അത്യാവശ്യം അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഈ കർവിൻ്റെ പേര് y = f of x ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും നിന്ന്, അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ എന്താ, x/a. എക്സ് ഇൻ്റർസെപ്റ്റ് 5/3 ആണ്. അപ്പോൾ x/a + y/b. b എന്താ, -10 = 1. അപ്പോൾ ഈ പോയിന്റിലെ എക്സ് കോർഡിനേറ്റിൻ്റെ ഡെറിവേറ്റീവ്, അതായത് ഇതിൻ്റെ സ്ലോപ്പ് f'3 ആയിരിക്കും. ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് ഇസ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിൽ x = 3 ഉള്ള പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും ആ ലൈൻ്റെ സ്ലോപ്പ്. ഈ ലൈൻ്റെ സ്ലോപ്പ് എന്താ, മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് x ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് y. അപ്പോൾ ഒരു ലൈൻ്റെ സ്ലോപ്പ് അതാണ്. ax + by + c = സ്ലോപ്പ് എന്താ, മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് x ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് y. മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് x എന്താ, -1/5 എത്തി. അപ്പോൾ -3/5 ഡിവൈഡഡ് ബൈ, ഇത് 3/5 ആണ്. -3/5 ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് y. വാട്ട് ഇസ് കോഎഫിഷ്യൻ്റ് ഓഫ് y? -1/10. ഇത് എന്തായിരിക്കണം, ഇതായിരിക്കണം f'3. അപ്പോൾ f'3യുടെ വാല്യൂ എന്താ, f'3 = ചോദ്യം f'3 അല്ലേ. f'3 = ഈ 5 ഈ 5 ഇവിടെ 2 പ്രാവശ്യം പോവും. ഈ 2 മുകളിലേക്ക് വരും. അപ്പോൾ ആൻസർ ഇസ് 6. ഡി ഈസ് ആൻസർ. 62ാമത്തെ ചോദ്യം. എന്താ ചോദ്യം? ഈ ഫംഗ്ഷൻ വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദിസ് ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് 1, 2 എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് 1, 2 ആണ് വേണ്ടത്. അപ്പോൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇറ്റ് ഇസ് 8x + 2 × xy' + y + 2y = 0. ഇനി എക്സിന് പകരം 1ഉം വൈക്ക് പകരം 2 കൊടുക്കുക. എന്നിട്ട് y' കാണുക. അപ്പോൾ എക്സിന് പകരം 1 കൊടുക്കുക. അപ്പോൾ 8 + 2 × എക്സിന് പകരം 1 കൊടുക്കുക, വൈക്ക് പകരം 2 കൊടുക്കുക, + 2 × വൈക്ക് പകരം 2 കൊടുക്കുക, y' = 0. അപ്പോൾ 2y', 4y', 6y', 8 4 12 -12 അല്ലേ. 4 8 4 12. അപ്പം y' വാല്യൂ -2. അപ്പോൾ y' at that point is -2. Slope of tangent at the point 1, 2 is -2. -2 ആണ് ആൻസർ. ഡി ഈസ് ആൻസർ.
63. f of x equals root of f of x equals root x plus 5 for 1 less than or equal to x less than or equal to 9. Value of c whose existence is guaranteed by the mean value theorem. മീൻ വാല്യൂ തിയറം ഗ്യാരണ്ടി ചെയ്യണം. അപ്പോൾ ഉറപ്പായിട്ട് ഒരു കാര്യം ഓർക്കുക, എഫ് ഓഫ് 1ൻ്റെ വാല്യൂ 6 ആണ്, എഫ് ഓഫ് 9ൻ്റെ വാല്യൂ വേറെയാണ്. അപ്പോൾ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ അല്ല. അപ്പോൾ റോൾസ് തിയറം അല്ല നോക്കേണ്ടത്, ലെഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം ഉപയോഗിക്കേണ്ടത്. എന്താ ലെഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം? എഫ് ഡാഷ് സി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. റോൾസ് തിയറം അല്ല ഉപയോഗിക്കേണ്ടത്. മീൻ വാല്യൂ തിയറം, റോൾസ് തിയറം ഉണ്ട്, ലെഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം ഉണ്ട്. ഇവിടെ എഫ് ഓഫ് 1ഉം എഫ് ഓഫ് 9ഉം ഈക്വൽ അല്ല, അതുകൊണ്ട് എല്ലാം വീട്ടിൽ ഉപയോഗിക്കും, റോൾസ് മീൻ വാല്യൂ തിയറം ഉപയോഗിക്കും. വാട്ട് ഇസ് എഫ് ഓഫ് ബി? ഇറ്റ് ഇസ് എഫ് ഓഫ് 9 മൈനസ് എഫ് ഓഫ് എ, ഇറ്റ് ഇസ് 1 ബൈ 9 മൈനസ് 1 8. എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും? വാട്ട് ഇസ് എഫ് ഡാഷ് എക്സ് ചെയ്യുക? ഇറ്റ് ഇസ് 1 ബൈ 2 റൂട്ട് എക്സ് അല്ലേ? അപ്പോൾ എഫ് ഡാഷ് സി എന്തായിരിക്കും? 1 ബൈ 2 റൂട്ട് സി. അപ്പോൾ 1 ബൈ 2 റൂട്ട് സി വിൽ ബി എഫ് ഓഫ് 9 ബൈ ദാറ്റ്. അപ്പോൾ 1 ബൈ 2 റൂട്ട് സി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 9 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ 9 കൊടുത്താൽ 3 8 8 മൈനസ് 1 കൊടുത്താൽ എന്താ കിട്ടുക? 6 ഡിവൈഡഡ് ബൈ 8. ശരിയല്ലേ? ഈ 2 വെട്ടിപ്പോവും 4, ഇവിടെ 2 ആയി. അപ്പോൾ 2 ബൈ 4 എന്ന് വെച്ചാൽ 1 ബൈ 2. അപ്പോൾ റൂട്ട് സി ആണ് 1 ബൈ 2. അപ്പോൾ സിയുടെ വാല്യൂ എന്താണ്? 4 ആണ്. റൂട്ട് സി ഇസ് ടു സി ഇസ് 4 കേട്ടോ. സി ഇസ് 4 ഇതിൻ്റെ ഇടയിലല്ലേ? 1ൻ്റെയും 9ൻ്റെ ഇടയിൽ അല്ലേ സി? അപ്പോൾ ദാറ്റ് സി ഷുഡ് ബി ലൈങ് ബിറ്റ്വീൻ 1 and 9. അപ്പോൾ ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് റോൾസ് മീൻ വാല്യൂ തിയറം is justified as c is equal to 4. Answer is 4. Option C ആണ് ആൻസർ. The derivative of the function f of x is given by f dash x is equal to x minus 5 by root of x square plus 4. Then the interval in which the function is increasing. Function എപ്പോഴാണ് ഇൻക്രീസിങ് ആവുക? ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുമ്പോഴാണ്. ഡിക്രീസിങ് ആവുക ലെസ് ദാൻ 0 ആകുമ്പോൾ. ഇൻക്രീസിങ് ആണെങ്കിൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. ഇത് എന്തായാലും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇസ് പോസിറ്റീവ്, ഇൻക്രീസിങ് ആവണമെങ്കിൽ പോസിറ്റീവ് ആണ്. ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയാലാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുക. എക്സ് മൈനസ് 5 ഇൻക്രീസിങ് ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 ഓർ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ 5 ഇൻഫിനിറ്റിയിൽ കിടക്കുമ്പോഴാണ് അത് ഇൻക്രീസിങ് ആവുക. ആൻസർ ഇസ് 5 ഇൻഫിനിറ്റി. ആൻസർ ഇസ് എ. 65. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ലോഗ് എക്സ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0. ദ മിനിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്ത് ചെയ്യണം? മിനിമം വാല്യൂ ആണെങ്കിൽ ഡെറിവേറ്റീവ് കാണും. എഫ് ഡാഷ് എക്സ് കാണും. വാട്ട് ഇസ് എഫ് ഡാഷ് എക്സ്? എക്സ് സ്ക്വയർ ഇൻറ്റു 1 ബൈ എക്സ് പ്ലസ് ലോൺ എക്സ് ഇൻറ്റു 2x. ഈ എക്സും എക്സും വെട്ടിപ്പോകും. ഇനി എഫ് ഡാഷ് എക്സ് 0 ആവുന്ന സമയത്ത് എന്താവും? എക്സ് പ്ലസ് 2x ലോഗ് എക്സ് 0 ആവും. എക്സ് പോസിറ്റീവാണ്. അപ്പോൾ എക്സ് ഇൻറ്റു 1 പ്ലസ് 2 ലോൺ എക്സ് 0 ആവും. എന്ന് വെച്ചാൽ 2 ലോൺ എക്സ് മൈനസ് 1 ആവും. 1 പ്ലസ് 2 ലോൺ എക്സ് 0 ആവും. അപ്പോൾ 2 ലോൺ എക്സ് മൈനസ് 1 ആവും. ലോൺ എക്സ് മൈനസ് 1 ബൈ 2 ആവും. എക്സ് ഇ റേസ് ടു മൈനസ് 1 ബൈ 2 ആവും. ഓർ 1 ബൈ റൂട്ട് ഇ ആവും. എക്സ് ഇസിക്കൽ 1 ബൈ റൂട്ട് ഇ ആവും. ഇനി നോക്കൂ ഡെറിവേറ്റീവ്, രണ്ടാമത്തെ ഡെറിവേറ്റീവ് കൂടി എടുത്താലോ? വാട്ട് ഇസ് ഡെറിവേറ്റീവ്? അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇതാണ്. എക്സ് പ്ലസ് 2x log x ആണ്. അപ്പോൾ വാട്ട് ഇസ് എഫ് ഡബിൾ ഡാഷ് എക്സ്? എഫ് ഡബിൾ ഡാഷ് എക്സ് ഇസ് 1 പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 ബൈ എക്സ് പ്ലസ് ലോൺ എക്സ് ഇൻറ്റു 1 ബൈ എക്സ് പ്ലസ് ലോൺ എക്സ് ഇൻറ്റു 1. ശരിയല്ലേ? ഇനി എക്സിന് പകരം 1 ബൈ റൂട്ട് ഇ കൊടുത്തത് പോസിറ്റീവാണ്. കാരണം ഇത് 1 ആണ്, ഇത് പോസിറ്റീവാണ്. അപ്പം അറ്റ് എക്സ് ഈക്വൽസ് ദിസ് അറ്റ് എക്സ് അപ്പോൾ എഫ് ഡബിൾ ഡാഷ് 1 ബൈ റൂട്ട് ഇ പോസിറ്റീവാണ്. അതുകൊണ്ട് അറ്റ് എക്സ് ഈക്വൽസ് ഇ റേസ് ടു മൈനസ് 1 ബൈ 2 ഫംഗ്ഷൻ ഇസ് മിനിമം. അപ്പം മിനിമം ആവ് എക്സ് 1 ബൈ റൂട്ട് 1 ബൈ റൂട്ട് ഇ ആവുമ്പോഴാണ്, എക്സ് 1 ബൈ റൂട്ട് ഇ ആവുമ്പോഴാണ് ഫംഗ്ഷൻ മിനിമം ആവുക. വാട്ട് ഇസ് ദ മിനിമം വാല്യൂ? ഇവിടെ എക്സിന് പകരം 1 ബൈ റൂട്ട് ഇ കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? മിനിമം വാല്യൂ ഇസ് 1 ബൈ ഇ കേട്ടോ. എക്സിന് പകരം 1 ബൈ റൂട്ട് ഇ കൊടുക്കുകയാണ്. അപ്പോൾ 1 ബൈ ഇ ഇൻറ്റു ഇവിടെ 1 ബൈ റൂട്ട് ഇ കൊടുക്കുക. എന്താ കിട്ടുക? ലോഗ് ഓഫ് ഇ റേസ് ടു മൈനസ് 1 ബൈ 2. 1 ബൈ റൂട്ട് ഇ ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് 1 ബൈ 2 ആണ്. അപ്പോൾ എക്സിന് പകരം ഇ റേസ് ടു മൈനസ് 1 ബൈ 2 കൊടുക്കുക. ലോഗ് ഇ 1 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് 1 ബൈ 2 വരും. അപ്പോൾ ആൻസർ വിൽ ബി മൈനസ് 1 ബൈ 2 ഇ. 1 ബൈ 2 മൈനസ് 1 ബൈ 2 ഇ ഇൻറ്റു ലോഗ് ഇ. ലോഗ് ഇയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ മൈനസ് 1 ബൈ 2 ഇ ആണ് ആൻസർ. ഇ ഈസ് ആൻസർ. ഓപ്ഷൻ ഇ. 66ാമത്തെ ചോദ്യം. A cube is expanding in such a way that
its edge is increasing at a rate of 2 inches. Rate of change its volume ചോദിച്ചാൽ അപ്പോൾ വോളിയമും സൈഡും തമ്മിലുള്ള ബന്ധം എക്സ് ക്യൂബാണ്. ക്യൂബ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് ആണ് സൈഡെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് എക്സ് എടുക്കാം. അപ്പോൾ ഡി വി ബൈ ഡി ടി വിൽ ബി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ ഡി എക്സ് ബൈ ഡി ടി. റേറ്റ് ഓഫ് ചേഞ്ചിൽ എടുക്കണം വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. എന്താ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് വോളിയം ആണ് ചോദിച്ചത്. ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു വെൻ ഇറ്റ് ഇസ് 5 inches. അപ്പോൾ 5 സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് 2. ഇറ്റ് ഇസ് 25, 50, 150. ഇറ്റ് ഇസ് 150 inches cube per second. ഓപ്ഷൻ എ. 67. Integral of x raised to 5 e raised to 1 minus x raised to 6 dx. ഓക്കെ, ഇതെങ്ങനെ ചെയ്യേണ്ടത്? ഇൻറ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു 5 ഇൻറ്റു ഇ ബൈ ഇറ്റ് ഇസ് ഇ ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് 6 ആണ്. എ റേസ് ടു എം മൈനസ് എൻ ഇസ് എ റേസ് ടു എം ബൈ എ റേസ് ടു എം. അപ്പോൾ ബൈ ഇ റേസ് ടു എക്സ് റേസ് ടു 6 ഡി എക്സ്. ഈ ഇ പുറത്തേക്ക് എടുക്കാം. യു ക്യാൻ ടേക്ക് ഇ ഔട്ട് സൈഡ്. ഇനി എക്സ് റേസ് ടു 6ന് ടി കൊടുക്കാം. കഴിഞ്ഞു പണി. എക്സ് റേസ് ടു 6ന് ടി കൊടുത്താൽ എന്ത് കിട്ടും? 6 എക്സ് റേസ് ടു 5 ഡി എക്സ് ആണ് ഡി ടി. അപ്പോൾ വാട്ട് യു ഗെറ്റ്? It is x raised to 5 dx is equal to dt by 6. But it is e by 6 into integral of x raised to 5 dx dt ആണ് by e raised to t. e raised to t പറഞ്ഞാൽ e raised to minus t ആണ്. It is e raised to minus t. What is the integral of this? It is e by 6 into e raised to minus t by minus 1. But it is minus e by 6 into 1 by e raised to t. അതാണ് ആൻസർ. ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാം. ഇറ്റ് ഈസ് മൈനസ് 1 by 6 ഇൻറ്റു ഇ റേസ് ടു 1 minus t അല്ലേ? 1 minus t. ഇ ബൈ ഇ റേസ് ടു 1 minus t ആണ്. വാട്ട് ഈസ് ടി? ടി ഈസ് എക്സ് റേസ് ടു 6. അപ്പോൾ ഇതാണ് ആൻസർ. മൈനസ് 1 by 6 ഇൻറ്റു ഇ റേസ് ടു 1 minus എക്സ് റേസ് 6. മൈനസ് 1 by 6 ഇൻറ്റു ഇ റേസ് ടു 1 minus എക്സ് റേസ് 6. ആൻസർ ഇസ് സി. ഓപ്ഷൻ സി ആണ് ആൻസർ. 68ാമത്തെ ചോദ്യം. 5 minus 4x ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. 5 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റർവൽ ഓഫ് 4 ഇൻറ്റു എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇത് സാധാരണ വരെ ഇൻ്റർവൽ 5 ഇ റേസ് ടു മൈനസ് എക്സ് ബൈ മൈനസ് 1 മൈനസ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 4 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റർവൽ ഓഫ് സെക്കൻഡ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ മൈനസ് 1 മൈനസ് ഇൻ്റർവൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റർവൽ ഓഫ് സെക്കൻഡ് derivative of the first 1 into integral of second e raised to minus t minus x by minus 1 dx അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? അപ്പം ഇത് ഈ മൈനസും മൈനസ് വരുമ്പോൾ പ്ലസ് വരും. ഇവിടെ പ്ലസ് വരും. അപ്പോൾ ദിസ് ഇസ് മൈനസ് 5 ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് 4x ഇ റേസ് ടു മൈനസ് എക്സ്. ഈ മൈനസ് മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. പിന്നെ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ബൈ മൈനസ് എക്സ് വരും. മൈനസ് വരുമ്പോൾ പ്ലസ് 4 e raised to minus 6 plus. അപ്പോൾ വാട്ട്സ് യുവർ ആൻസർ? ഇറ്റ് ഈസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ മൈനസ് 1 വരും. അപ്പോൾ മൈനസ് 1 പ്ലസ് 4x ഇൻറ്റു ഇ റേസ് ടു മൈനസ് 6 പ്ലസ് 4x മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 6 പ്ലസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 69ാമത്തെ ചോദ്യം. ഇൻ്റഗ്രൽ ഓഫ് കോസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ ഓഫ് കോസ് ടാൻ എക്സ് ഇൻറ്റു സീക് സ്ക്വയർ എക്സ്. കണ്ടോ? ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സെക്കൻഡ്. അപ്പോൾ എന്ത് ചെയ്താൽ ടാൻ എക്സിന് ടി കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് സ്ക്വയർ എക്സ് ഡി എക്സ് ഡി ടി ആവും. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് കോസ് ടി ഡി ടി. പുട്ട് ടാൻ എക്സ് ഈക്വൽസ് ടി ഡി എക്സ് ഡി പുട്ട് ടാൻ എക്സ് ഈക്വൽസ് ടി സെക്കൻഡ് സ്ക്വയർ എക്സ് ഡി എക്സ് ഇസിക്കൽ ഡി ടി വരും. അപ്പോൾ വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഓഫ് കോസ് ടി? സൈൻ ടി പ്ലസ്. അപ്പോൾ ആൻസർ എന്താ? സൈൻ ഓഫ് ടിക്ക് പകരം ടാൻ എക്സ് ആണ്. ടിക്ക് പകരം ടാൻ എക്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് സൈൻ ഓഫ് ടാൻ എക്സ് പ്ലസ്. ഓപ്ഷൻ സൈൻ ഓഫ് ടാൻ എക്സ്. ബോക്സ് ഇസ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 70. 1 by e raised to 2x minus 1. ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. നോക്കൂ, മൈനസ് ഓഫ് ഇ റേസ് ടു 2x മൈനസ് 1 പ്ലസ് 1 അല്ലേ? അപ്പോൾ പ്ലസ് ഇ റേസ് ടു 2x ബൈ ഇ റേസ് ടു 2x മൈനസ് 1 എഴുതി കൂടെ നമുക്ക്? ഓക്കെ, അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻറ്റഗ്രൽ ഓഫ്, നോക്കൂ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ 1 അല്ലേ കിട്ടുക? -1 പ്ലസ്
integral of e raised to 2x by e raised to 2x minus 1 dx. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ മൈനസ് എക്സ് കിട്ടുക പ്ലസ് ഇ റേസ് ടു എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ 2 ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ ഇവിടെ ഒരു 2 വെക്കുക, ഇവിടെ ഒരു 1/2 വെക്കുക. ആൻസർ ഇസ് ഹാഫ് ലോൺ മോഡ് ഇ റേസ് ടു എക്സ് മൈനസ് 1 പ്ലസ്. ഇതാണ് ആൻസർ. മൈനസ് എക്സ് പ്ലസ് ഹാഫ് മൈനസ് എക്സ് പ്ലസ് ഹാഫ്. അതെ, ഇ ഈസ് ആൻസർ. ഓപ്ഷൻ ഇ. 71ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഓഫ് സൈൻ 2x cos x. സൈൻ 2x cos x. ഒരു കാര്യം ചെയ്യാം, സൈൻ 2x നമുക്ക് ഇങ്ങനെ ആക്കാം. സൈൻ 2x നമുക്ക് 2 sin x cos x ഇത് കൂടെ 2 sin x cos x into cos x. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, ട്വൈസ് ഓഫ് ഇൻ്റഗ്രൽ cos square x into sin x dx. അല്ലേ? ഇത് നമുക്ക് ഈ ഫോമിൽ ഉപയോഗിക്കാം. ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് റേസ് ടു എൻ എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ ഫോർ ദിസ്? കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സൈൻ, നെഗറ്റീവ് വന്നാൽ മതി. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് വെക്കുക, ആ ഒരു നെഗറ്റീവ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ മൈനസ് 2 ഇൻറ്റു കോസ് ക്യൂബ് എക്സ് ബൈ 3 പ്ലസ് സി. കാരണം കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. ഇവിടെ ഒരു മൈനസ് വയ്ക്കുക, ഇവിടെ ഒരു മൈനസ് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആൻസർ ഇസ് മൈനസ് 2 ബൈ 3 കോസ് ക്യൂബ് എക്സ് ബൈ ബോക്സ് ഇസ് ആൻസർ. 72ാമത്തെ ചോദ്യം. ഇൻ്റഗ്രൽ ഓഫ് 1 ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ്. 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് കൊസിക് സ്ക്വയർ എക്സ് ആണ്. which is integral of 1 by cosec square x into sin square x. Cosec square x 1 by sin square x ആണ്. ഇത് 1 by sin square x ആണ്. അപ്പോൾ ഇതങ്ങോട്ട് വെട്ടിപ്പോകും. is equal to 1 dx. It is x plus c. The answer is E is answer. 73 ഇതാ പറയണത്. What is 73? 4x raised to 9 by x raised to 10 minus 10. ഇതാണ് ചോദ്യം. അപ്പോൾ x raised to 10 minus 1 10ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 10x raised to 9 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ 4 പുറത്തെടുക്കുക, ഇവിടെ 10 പുറത്തേക്ക് എടുക്കുക, ഇവിടെ 10 എഴുതുക. ആ അഡ്ജസ്റ്റ്മെൻറ്റ് ശ്രദ്ധിക്കണം. ആദ്യത്തെ 4 ഇവിടെ വെച്ചു, ഇതിന് ഡെറിവേറ്റീവ് മുകളിൽ എഴുതി, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 10 എഴുതി. അപ്പോൾ ദിസ് ഇസ് 2/5 ഇൻറ്റു ഇതിന് ഡെറിവേറ്റീവ് മുകളിലുണ്ട്. അപ്പോൾ താഴത്തിന് ഡെറിവേറ്റീവ് മുകളിലുണ്ടെങ്കിൽ വാട്ട്സ് ദ ഫോർമുല? എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഇൻറ്റഗ്രൽ ലോഗ് ഓഫ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി ലോൺ മോഡ് എക്സ് റേസ് ടു 10 മൈനസ് 10 പ്ലസ് സി. ഇതാണ് ആൻസർ. 2/5 ഇൻറ്റു ദാറ്റ്. 2/5 ഇൻറ്റു എക്സ് റേസ് ടു 10. ബി ഇസ് ആൻസർ. 74. Integral 0 to root 3 6 by 9 plus x square dx. ഇത് x square plus a square 1 by x square plus a square എന്താ? tan inverse x by a ആണ്. ഈ 6 പുറത്തേക്ക് എടുക്കാം. 1 by x square plus a square. ഇതാണ് ഫോർമുല. 1 by x square plus a square. Integral of x 1 by x square plus a square എന്താ? 1 by a tan inverse x by a plus c. അപ്പോൾ this will be 6 into 1 by a tan inverse x by a plus c. അപ്പോൾ 0 to 1 by root 3. അപ്പോൾ root 3 കൊടുക്കുമ്പോൾ tan inverse root 3 വരും. അപ്പോൾ this is 2 into what is tan inverse root 3? pi by 6 അല്ലേ? pi by 6 sin അല്ല pi by 3 sorry pi by 3 അല്ല sin pi by 3 is tan inverse root 3. അപ്പോൾ 2 pi by 3 tan root 3 അല്ലേ വരിക? അല്ല sorry it is 2 into tan root 3 by 3. Tan root 3 by 3 is tan inverse 1 by root 3 ആണ്. What is tan inverse 1 by root 3? pi by 6. Okay, 2 into pi by 6 അല്ലേ? 2 into pi by 6. Answer is pi by 3. pi by 3 into answer A is answer. 75ാമത്തെ ചോദ്യം. Integral of minus 5 to 5 4 minus mod x dx. 4 minus mod x ഈവൻ ഫംഗ്ഷൻ ആണ്. കാരണം 4 ഈവൻ ആണ്, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈവൻ ആണ്, mod x ഈവൻ ആണ്. അപ്പോൾ -5 to 5 നമുക്ക് എന്ത് എഴുതാം? twice 0 to 5 ആണ്. ആ ഫോമിൽ വയ്ക്കാം. ഈവൻ ആണെങ്കിൽ -8 to a is twice integral 0 to a. അപ്പോൾ ദിസ് ഇസ് ട്വൈസ് ഓഫ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം 4x മൈനസ് 0 to 5 ആണെങ്കിൽ mod x x തന്നെയാണ്. അപ്പോൾ mod x x ആയിട്ട് തന്നെ എഴുതാം. ഇനി എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? x square by 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0 to 5 കൊടുത്താൽ മതി. അപ്പോൾ ട്വൈസ് ഓഫ് 5 കൊടുക്കുമ്പോൾ 20 മൈനസ് 25/2.
സീറോ ഉണ്ടാവില്ല. അപ്പോൾ ആൻസർ ഇസ് വാട്ട്? 22 ഇൻറ്റു 40 മൈനസ് 15, 15/2. ആൻസർ ഇസ് 15 അല്ലേ? 2 ഇൻറ്റു അല്ലേ 40 മൈനസ് 25 ഇസ് 15. 15/2 ആൻസർ ഇസ് 15. 15 ഉണ്ടോ ഓപ്ഷൻ? യെസ്, ഈ ഈസ് ആൻസർ. 76ാമത്തെ ചോദ്യം. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽസ് എക്സ് സ്ക്വയർ ആൻഡ് y ഈക്വൽസ് റൂട്ട് എക്സ്. y ഈക്വൽസ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്? y ഈക്വൽസ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. y ഈക്വൽസ് റൂട്ട് എക്സ്, y ഈക്വൽസ് y സ്ക്വയർ ഈക്വൽസ് എക്സ്, അങ്ങനെ ഗ്രാഫ് ഉണ്ടാവും, മുകളിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഏരിയയാണ് ചോദിച്ചത്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന പോയിന്റ് നോക്കുക. വാട്ട് ഇസ് ദ പോയിന്റ് വെർ ഇറ്റ് കട്ട്സ്? ഇത് സ്ക്വയർ ചെയ്താൽ y സ്ക്വയർ ഈക്വൽസ് എക്സ് വരും. അപ്പോൾ y സ്ക്വയർ ഈക്വൽസ്, ഇത് സ്ക്വയർ ചെയ്താൽ y സ്ക്വയർ ഈക്വൽസ്, അപ്പോൾ y സ്ക്വയർ ഈക്വൽസ് എക്സ് റേസ് ടു 4. അപ്പോൾ y സ്ക്വയർ ഈക്വൽസ് എക്സ് ആണ്, എക്സ് ഈക്വൽസ് എക്സ് റേസ് ടു 4. അപ്പോൾ ഈ പോയിന്റ് എക്സ് ഈക്വൽസ് 1 ആയിരിക്കും. അപ്പോൾ ഈ ഏരിയ എന്തായിരിക്കും? അപ്പർ കർവ് മൈനസ് ലോവർ കർവ്. വാട്ട് ഇസ് അപ്പർ കർവ്? 0 to 1 റൂട്ട് എക്സ് മൈനസ് 0 to 1 ഈ കർവ് ഈക്വൽ ദ എക്സ് സ്ക്വയർ ഡി. അത്രയേ ഉള്ളൂ ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ്. അപ്പോൾ 0 to 1 റൂട്ട് എക്സ് ആണ്, എക്സ് റേസ് ടു ഹാഫ് ആണ്. അപ്പോൾ എക്സ് റേസ് ടു 3/2 ബൈ 3/2, അപ്പോൾ 2/3 വരും. 0 to 1 മൈനസ് it is x cube by 3, 0 to 1. അപ്പോൾ it is 2/3 minus 1/3 is equal to 1/3. അപ്പോൾ 1/3 ആണ് ആൻസർ. ബി ഇസ് ആൻസർ. ഇവിടെ നോക്കാം മക്കളെ. ഇൻ്റഗ്രൽ ഓഫ് 0 to 2 എക്സ് സ്ക്വയർ ബൈ എക്സ് ക്യൂബ് പ്ലസ് 1 റേസ് ടു 2 dx. കണ്ടോ? എളുപ്പമല്ലേ? എക്സ് ക്യൂബ് പ്ലസ് 1, എക്സ് ക്യൂബ് പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് മുകളിലില്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3x². അഡ്ജസ്റ്റ് ചെയ്യുക 1/3. അപ്പോൾ എന്തായി? ഇത് എക്സ് ക്യൂബ് പ്ലസ് 1 ഇതിന് എഴുതാൻ മതി. എക്സ് ക്യൂബ് പ്ലസ് 1 ഹോൾ റേസ് ടു -2, അല്ലെങ്കിൽ ഇത് ടി കൊടുത്താൽ മതി. എക്സ് ക്യൂബ് പ്ലസ് 1ന് ടി കൊടുക്കാം. എക്സ് ക്യൂബ് പ്ലസ് 1ന് ടി കൊടുക്കുക. അപ്പോൾ എന്താവും? 1/3 ഇൻറ്റഗ്രൽ ഇപ്പോൾ ടി കൊടുത്താൽ എക്സ് 0 ആവുമ്പം ടിയുടെ വാല്യൂ 1 ആവും, എക്സ് 2 ആവുമ്പം ടിയുടെ വാല്യൂ 9 ആവും. അത് ഓർക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 3x² dt ആവും ഡിവൈഡഡ് ബൈ t² വരും അല്ലേ? വാട്ട് ഇസ് 1/t² ഇൻ്റഗ്രൽ? ടി റേസ് ടു -2 ആണ്. അപ്പോൾ ടി റേസ് ടു -2 ആകുമ്പോൾ ടി റേസ് ടു -1 ബൈ -1, 1/3. ഇറ്റ് ഈസ് 1 to 9. ഇറ്റ് ഈസ് -1/3 ഇൻറ്റു, ശ്രദ്ധിക്കണം, 1/t ആണ്. 1/t ആകുമ്പോൾ 1/9 -1 അല്ലേ? ഇറ്റ് ഈസ് 1/9 -1 എന്താ? 1/3 ഇൻറ്റു 1 - 9/9. ഇറ്റ് ഈസ് -8/9 is equal to 8/27. 8/27 ഉണ്ട് ഓപ്ഷൻ. 8/27 ഉണ്ട്. ഡി ഇസ് ആൻസർ. 78ാമത്തെ ചോദ്യം. എന്താ ചോദ്യം? ഇൻ്റഗ്രൽ ഓഫ് π/8 to 3π/8 sin raised to 4x plus sin raised to 4x plus cos raised to 4x dx. ഇത് വളരെ വിഖ്യാതമായിട്ടുള്ള ചോദ്യമാണ്. ഇത് ഐ ആയിട്ട് എടുക്കാം. ഇത് പെടുത്തം എന്താണ്? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 4π/8 π/2 വരും. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ π/2 വരികയാണെങ്കിൽ ഇവിടെ π/2 - x, അപ്പോൾ ഇത് കോസ് ആവും. ഇവിടെ π/2 - x ആകുമ്പോൾ കോസ് എക്സ് ആവും, ഇതോ സൈൻ ആവും. അപ്പോൾ ഇത് ഐ ആണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ്, ആ ഫോമിൽ വയ്ക്കുക, a + b - x. ഇൻ്റഗ്രൽ ഓഫ് a to b f of x dx is equal to ഇൻ്റഗ്രൽ ഓഫ് a to b f of a + b - x dx. ആ പരിപാടി വയ്ക്കാം. അപ്പോൾ ഇവിടെ എന്താവും? ഇൻ്റഗ്രൽ π/8 to 3π/8. ഇവിടെ എന്താവും? π/2. ഇത് രണ്ടും കൂടി കൂടിയ π/2 ആണ്. ഇവിടെ π/2 - x ആകുമ്പോൾ ഇത് cos raised to 4x by cos raised to 4x plus sin raised to 4x വരും. ഇത് നിങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. കൂട്ടിയാൽ 2i ഈക്വൽസ് ഇൻ്റഗ്രൽ π/8 to 3π/8 1 dx. അപ്പോൾ എന്ത് കിട്ടും? ഫോർ 2i is equal to എന്താ കിട്ടുക? 1 ആകുമ്പോൾ x ആണ്. അപ്പോൾ 3π/8 - π/8 it is 2π/8, it is π/4, or i is equal to π/8. The answer is π/8. നോക്കൂ, π/8, 3π/8 - π/8 is 2π/8. b - a/2 ആണ്. ഇതിൻ്റെ ആൻസർ അതാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ f of x plus f of a plus b - x ആണ് ആൻസർ. b - a/2 ആണ്. അപ്പോൾ ഇത് മൈനസ് ഇത് /2 ചെയ്താലും മതി, അല്ലെങ്കിൽ ഇത് 1 ആണ്. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ π/4 ആണ്. π/4 ആകുമ്പോൾ 2i ആണ് π/4. i is equal to π/8. ആൻസർ ഇസ് ബോക്സ്. 79. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ y equals 5x. y equals 5x. y equals 5x x axis and the line x equals 4.
അത് വെറുതെ വരച്ചു നോക്കിയാൽ മതി. y = 5x ഇതാണ്, എക്സ് ആക്സിസ് ആണ്, x = 4 വന്നാൽ y ആക്സിൽ പാരലായിട്ട് വരാം. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് 4 ആണ്, x = 4 അല്ലേ ഇത്, അപ്പോൾ ഈ ലെങ്ത് 4 ആണ്. ഇത് 4 ആണെങ്കിൽ ഇവിടെ 4 കൊടുത്താൽ ഇത് 20 ആണ്. അപ്പോൾ ഇത് 4 20 ആണ്. ഈ ട്രയാങ്കിൾ റെക്റ്റാങ്കിളാണ്. ഡോണ്ട് യൂസ് ഇൻ്റഗ്രേഷൻ, യൂസ് മെൻസുറേഷൻ. വാട്ട്സ് ഏരിയ? ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 20 = 40. 40 square units. A is answer. Option A. ഇനി 80ാമത്തെ ചോദ്യം നോക്കാം. 80ാമത്തെ ക്വസ്റ്റ്യൻ. y minus xy dash is equal to x square plus y square. ഇതൊരു പ്രത്യേക ക്വസ്റ്റ്യൻ തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, വൈക്ക് പകരം വി എക്സ് കൊടുക്കാം. അപ്പോൾ വാട്ട് ഈസ് വൈ ഡാഷ് അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ വൈ ഡാഷ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. വൈ ഡാഷ് ആണ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. വൈ ഡാഷ് ഈക്വൽസ് വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് അല്ലേ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടാം. വൈക്ക് പകരം വി എക്സ് പ്ലസ് മൈനസ് എക്സ് ഇൻറ്റു വൈ ഡാഷിന് പകരം വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് അല്ലേ is equal to x square plus v വൈക്ക് പകരം വി എക്സ് കൊടുക്കാം. അപ്പോൾ വി സ്ക്വയർ എക്സ് സ്ക്വയർ ആയി, എക്സ് സ്ക്വയർ ഇൻറ്റു 1 + വി സ്ക്വയർ ആയി. ഓക്കെ, അപ്പോൾ എക്സ് വിയും വെട്ടിപ്പോവും. അപ്പോൾ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ ആകുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ഡി വി ബൈ ഡി എക്സ്. ശരിയാണ്, ഇതന്നെ ചെയ്യേണ്ടത്. ഇറ്റ് ഇസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 + വി സ്ക്വയർ. ഈ എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്തോളൂ. അപ്പോൾ വാട്ട് യു ഗെറ്റ്? വേരിയബിൾ സെപ്പറബിൾ ആകും. അപ്പോൾ ഇറ്റ് ഇസ് മൈനസ് ഓഫ് ഡി വി ബൈ 1 + വി സ്ക്വയർ ഇസ് ഇക്വൽ ടു ഡി എക്സ് അല്ലേ. ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഡി വി ബൈ 1 + വി സ്ക്വയർ ഇൻറ്റിഗ്രേറ്റ് ചെയ്താൽ ടാൻ ഇൻവേഴ്സ് വി ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് സി മൈനസ് ടാൻ ഇൻവേഴ്സ് വി ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് സി. വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വി ഇസ് വൈ ബൈ എക്സ്. അപ്പോൾ ഇതിന് പകരം വൈ ബൈ എക്സ്. അപ്പോൾ ആൻസർ ഇസ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ടാൻ ഇൻവേഴ്സ് വി ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് is equal to x plus c. ഓക്കെ ഒന്ന് വൃത്തിയാക്കണം. മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ഇക്വൽ എക്സ് പ്ലസ് വി. അപ്പം മൈനസ് ഓഫ് യു ഗെറ്റ് ലൈക്ക് ദിസ്. ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആണ് എക്സ് പ്ലസ് സി. അപ്പം മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ഇസ് ദിസ്. അപ്പോൾ യു ക്യാൻ സേ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ഇസ് മൈനസ് ഓഫ് എക്സ് പ്ലസ് സി. Therefore y by x is tan of minus x plus c. What is tan of minus theta? Minus tan theta. This minus tan x plus c. Y equals y by x. Appo minus x. Y equals minus x tan x plus c. Y equal to minus x tan x plus c. X plus c. X plus c ആകുമ്പോൾ ഈ മൈനസ് ഉള്ളിലേക്ക് വയ്ക്കുമ്പോൾ മൈനസ് എക്സ്. അപ്പോൾ ഈ മൈനസ് ഉള്ളിലേക്ക് വെച്ചാൽ മൈനസ് എക്സ് മൈനസ് സി. ഈ മൈനസ് സിന്ന് നമുക്ക് പ്ലസ് സി ആയിട്ട് വിചാരിച്ചുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ആൻസർ ഇസ് സി മൈനസ് എക്സ്. എ ആണ് ആൻസർ. അടിപൊളി ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ. എ ഇസ് ആൻസർ. ഓക്കെ 80.